ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാൽ 11-12 വാക്യങ്ങൾ. വായിച്ചു കേൾക്കപ്പെട്ട ദൈവവചനത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതിൽ നിന്ന് ധ്യാനത്തിന് ആധാരമായ വിഷയമെടുക്കുന്നു. വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ വാക്യം ദൈവമക്കൾക്ക് പരിചിതവും പലർക്കും സുപരിചിതവും മനഃപ്പാടവും വേദപുസ്തകം വായിക്കാത്തവർക്ക് അപരിചിതവുമാണ്. എന്നാൽ ഈ വാക്യം ത്തിനകത്ത് 2 പ്രയോഗങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അങ്ങനെ വചനം ധ്യാനിക്കേണ്ടത് എന്ന് തീമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിക്കാത്ത വേലക്കാരനായി തീരുക എന്ന സ്ഥാനത്ത് മൂലപ്രയോഗം കൊടുത്തിട്ടുള്ളത് സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിച്ച് പഠിച്ച് ലജ്ജിക്കാത്ത വേലക്കാരനായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ അപകൃതിക്കുകയാണ് വേണ്ടത്. ആ വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലും വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവിടെ 1 വിശുദ്ധൻ, 2 ആ വിശുദ്ധൻ വീണ്ടും തന്നെ തന്നെ എന്ത് ചെയ്യട്ടെ. അപ്പോൾ ഇതെന്താ? ഒന്നാമത് വിളിച്ചിരിക്കുന്ന വിശുദ്ധൻ. ഇടയ്ക്കൊക്കെ ഈ യോഗത്തിനകത്ത് ഞങ്ങൾ ഉപദേശിമാർ പറയാറുണ്ട്, വിശുദ്ധന്മാരുമായി ലഭിച്ച കൂട്ടായ്മയ്ക്ക് നമുക്ക് വിശുദ്ധന്മാരുമായി ലഭിച്ച വിശുദ്ധന്മാരോടുകൂടെ ലഭിക്കുന്ന അവകാശം. എന്താ ഈ വിശുദ്ധൻ? നമ്മളൊക്കെ അത്ര വിശുദ്ധരാണോ എന്നൊക്കെ പല ന്യായങ്ങൾ നമ്മുടെ അകത്ത് വരും. ഈ വിശുദ്ധൻ എന്നുള്ള ആദ്യ പ്രയോഗം കൃപയാൽ ലഭിച്ച വിശുദ്ധിയാണ്. അത് എപ്പോഴാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരം, നാം പാപികളായിരുന്നപ്പോൾ, നാം ദോഷികളായിരുന്നപ്പോൾ, നാം കാബൂൽ പ്രദേശത്ത് പാർത്തപ്പോൾ, നാം ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായി പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിൽ ആയിരുന്നപ്പോൾ, അവിടുത്തെ ഓമനകുമാരൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നും നമുക്ക് വേണ്ടി നമ്മുടെ മേൽ, പാപിയുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ട ശിക്ഷ ഏറ്റെടുത്ത് നമ്മുടെ മേൽ വരേണ്ട ആ ശിക്ഷയേറ്റ് ആ ശിക്ഷയിൽ നിന്നും, ശിക്ഷാവിധിയിൽ നിന്നും നമുക്ക് വിടുതൽ നൽകി അവിടുത്തെ പരിശുദ്ധമായ നിണം നമ്മുടെ പാപമോചനത്തിന് കാരണമായി. രക്ഷയാൽ ലഭിച്ചിരിക്കുന്ന പാപമോചനം, അതിനകത്ത് ജന്മപാപവും അതുവരെയുള്ള കർമ്മപാപവും മോചിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. അത് മോചിക്കപ്പെട്ടത് നമ്മുടെ കർമ്മത്താലല്ല, നമ്മുടെ പ്രവൃത്തിയാലല്ല. യേശു ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് നാം വിശ്വസിക്കുകയും കർത്താവിനെ വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തപ്പോൾ അതുവരെയുള്ള കുറ്റപത്രം, നമ്മുടെ മേലുണ്ടായിരുന്ന കുറ്റപത്രം, നമ്മുടെ മേലുണ്ടായിരുന്ന പാപക്കറ, നമ്മുടെ മേലുണ്ടായിരുന്ന ജന്മപാപക്കറ, നമ്മുടെ മേലുണ്ടായിരുന്ന കർമ്മപാപം നീക്കി. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. അങ്ങനെയാണ് ഒരാള് വിശുദ്ധനായി മാറിയത്. അപ്പോൾ അങ്ങനെ വിശുദ്ധനായി മാറിയത് കുലമഹിമ നോക്കിയല്ല, വിദ്യാഭ്യാസം നോക്കിയല്ല, പേഴ്സണാലിറ്റി നോക്കിയല്ല, ഇതൊന്നും നോക്കിയല്ല അങ്ങനെ ആ പദവിയിലേക്ക് വന്നത്. അതിന് കൊരിന്ത്യർ ലേഖനത്തിൽ ഞാൻ സാധാരണ പറയുന്ന വാക്യം പറയുന്നു, ബലഹീനമായതിനെ, കുലഹീനമായതിനെ, ഏതുമില്ലാത്തതിനെ ദൈവം തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുക്കാൻ ദൈവത്തിന്
നമ്മിൽ പ്രസാദം തോന്നി. അത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. അപ്പോൾ അതുവരെയുള്ള കുറ്റപത്രം നീക്കപ്പെട്ട, കുറ്റം മായ്ക്കപ്പെട്ട, പാപം ക്ഷമിച്ചു കിട്ടിയ, ലംഘനം മറച്ചു കിട്ടിയ, കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധി പ്രാപിച്ചവർ, അവരെ വചനം വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചെയ്ത പാപത്തിന്റെ കുറ്റബോധം ഇപ്പോൾ അകത്തുണ്ടെങ്കിൽ അവന് രക്ഷ നടന്നിട്ടില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ശ്രദ്ധിച്ച് കേൾക്കണം, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചെയ്ത പാപം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം പാപികളായി ജനിച്ചവരും ആണ്. എന്നാൽ നമ്മുടെ പാപം അവിടുത്തെ ഓമന കുമാരന്റെ പരിശുദ്ധ നിണത്താൽ അത് കഴുകി കറ നീക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നൊരു പ്രാഗൽഭ്യം ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. സാത്താന് പോലും അതിന്മേൽ അവകാശം പറയാൻ പിന്നെ കഴിയത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന്റെ മഹത്വം കരേറ്റ. ഒരുത്തൻ ക്രിസ്തുവേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് ഒന്ന് പറ, പഴയതുണ്ടോ? കഴിഞ്ഞു പോയി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വസ്ത്രത്തിൽ കറയുണ്ടായിരുന്നു. ആ കറ നന്നായി ഉരച്ച് കഴിയ ശേഷം കറയുടെ പുറകെ, അത് ഒഴുകിപ്പോകുന്നതിന് പുറകെ നമ്മൾ പോകുമോ? കറ എങ്ങോട്ട് പോകുന്നെന്ന് നോക്കി. വിശുദ്ധ നിണം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. അപ്പോൾ വിശുദ്ധനായി മാറി. ചിലപ്പോൾ ആ ആൾക്ക് വലിയ പാരമ്പര്യമില്ലായിരിക്കും, കുലമഹിമയില്ലായിരിക്കാം. നേരത്തെ കർത്താവിൻ്റെ ദാസനിലൂടെ കേട്ട പോലെ ചിലർക്ക് ഉയരം കൂടുതലായിരിക്കാം, ചിലർക്ക് തൂക്കം കൂടുതലായിരിക്കാം, ചിലർക്ക് വണ്ണം കൂടുതലായിരിക്കാം. ചില ആളുകൾ നല്ല ചുള്ളനായിരിക്കാം, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ. ചില ആളുകൾ നല്ല സുന്ദരനായിരിക്കാം, സുന്ദരിയായിരിക്കാം. പല പരുവത്തിനാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തെ സുന്ദരനൊക്കെ നാളെ തൊലി ചുളുങ്ങും, അത് വേറെ വിഷയം. പിന്നെ എന്നും ഇങ്ങനെ ഇരിക്കുമെന്നാണോ? ഒന്നുമല്ല, പരുവക്കേടാവും. തലയിലെ മുടിയൊക്കെ ഇതൊക്കെ പോകും. പോയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതും കൂടെ സങ്കല്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നല്ലതാ. അപ്പോൾ വിശുദ്ധൻ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടു, വിശുദ്ധനായി. ആ വിശുദ്ധൻ എന്ത് ചെയ്യണം? തന്നെ എന്ത് ചെയ്യണം? വിശുദ്ധന് മറ്റൊരാളെ വിശുദ്ധനാക്കാൻ പറ്റില്ല, അതിന് വാക്കിയില്ല. ചില സംഘടനകൾ, ചില വിഭാഗങ്ങൾ, ഗ്രൂപ്പുകൾ വലിയ സദസ്സ് വിളിച്ചുകൂട്ടി ആമേൻ ഇന്ന് തോമാച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. നടക്കുകയല്ല. സ്തോത്രം. നമ്മെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് സ്വർഗമാ, മനുഷ്യരല്ല. രണ്ട്, വിശുദ്ധൻ തന്നെ എന്ത് ചെയ്യണം? വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സഭയോടുള്ള ബന്ധത്തിൽ കൊടുത്തൊരു വാക്യമാണെങ്കിലും നമ്മളോടുള്ള ബന്ധത്തിലെടുക്കാം. ഒരാൾ വൃത്തിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? മുഷിഞ്ഞ് വരിക. രാവിലെ കുളിച്ച തിരുവല്ലായിക്കും പോയതാ, ഇങ്ങനെ ബൈക്കെടുത്ത് ബുള്ളറ്റേ പോയതാ. തിരിച്ചു വന്നപ്പം കോളറെല്ലാം ചെളിയായിരിക്കുന്നു, ആകെ ചെളിയായിരിക്കുക. വൈകുന്നേരം വന്നപ്പം നല്ല ഉടുപ്പൊക്കെ ഇട്ടാ പോയത്. അന്നേരം അവൻ പറയാണ്, ഇത് കൃപയാൽ പറ്റിയ ചെളിയാണ്, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ശരിയാകുകയല്ല. വിവരമുള്ള മാതാപിതാക്കൾ അവിടെ ഉണ്ടെങ്കിൽ പോയി കുളിച്ചേച്ചു വാ മോനെ എന്ന് പറയും. സ്തോത്രം. ആമേൻ. പ്രായപൂർത്തിയായവന് അവന് കുളിക്കാൻ അറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ, ഇതൊക്കെ ഇരുന്നാൽ വല്ല വട്ടച്ചൊറി പിടിക്കും. അതുകൊണ്ട് നല്ല ഉരപ്പ വെച്ച് ഉരച്ച്
കുളിച്ച് തന്നെത്താൻ അതെല്ലാം കളയണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെളിയൊക്കെ ദേഹത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത ഉണ്ടാകും അല്ലേ? കഴിഞ്ഞ ഒരാഴ്ച ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചത്, ലോകത്തിലൂടെ സഞ്ചരിച്ചവരാണ് നാം. നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന നല്ല ഷവറിൻ്റെ കീഴിലിരിക്കുക. ഈ ഷവറിൽ നിന്ന് വീഴുന്ന എന്താണെന്നറിയാവോ? വചനമെന്ന വെള്ളം. ഒന്ന് സ്വോത്രം ചെയ്യാം. ചിലത് വെള്ളം കാണുമ്പോൾ ചില പിള്ളേരൊക്കെ ചാടും. കുളിപ്പിക്കാൻ നേരത്ത് അവർക്ക് വെള്ളം ദേഹത്ത് വീഴുന്നത്, ചില മൃഗങ്ങളെ കണ്ടിട്ടില്ലേ, കുളിപ്പിക്കാൻ നേരത്ത് അത് കിടന്ന് ചാടും. അതിന് കുളിക്കുന്നത് ഇഷ്ടമല്ല. ഇത് ഈ ടൈപ്പ് ചില ആളുകളുണ്ട് സഭകളിൽ. അവർക്ക് ചില സഭയിൽ വചനം വരുന്നത് ഇഷ്ടമല്ല, അവർക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല. അവർ പറയുന്നത് ഇങ്ങനെ വൈപ്രടിച്ച് പോയാൽ മതി എന്നാണ്, വചനം വേണ്ടെന്നാ. ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞേക്കാം. വിശുദ്ധന് വീണ്ടും ശുദ്ധി പ്രാപിപ്പാൻ ധാരാളം വചനം ദേഹത്ത് വീഴാൻ, വചനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ ശുദ്ധീകരണത്തിനായി ഏൽപ്പിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ഈ പവർ വാഷർ വെച്ചൊക്കെ വെള്ളം വെച്ച് ഇങ്ങനെ അടിച്ച് ചില വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ അടിയിലൊക്കെ നല്ല ഉണങ്ങിയ പഴയ ചാണകവും ഓടിയ വഴിക്കകത്തുള്ള അഴുക്കും ഒക്കെ ഇരിപ്പുണ്ടാകും. അത് സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ അവരങ്ങ് അടിച്ച് ഇളക്കും. ചില നേരത്ത് കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് പിടിക്കുമ്പോൾ ഓർത്തോണം, അവിടെ എന്തൊക്കെയോ ഇളകാനുണ്ട്. ഇളകുമ്പോൾ വേദനിക്കുന്നെന്ന് പറയും, ഇളക്കണ്ട എന്നൊക്കെ പറയും. എന്നാലും ഉടയോൻ എന്ത് ചെയ്യും? അതിന് രൂപ മുടക്കിയവൻ ചെളി ഇരുന്നോട്ടെ എന്ന് പറയൂ അച്ഛാ. അത് ഇരുന്ന് അവിടെ തുരുമ്പ് കയറും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നല്ല പവറില് ഈ പവർ വാഷറിൽ നിന്ന് വെള്ളം വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സർവീസ് സ്റ്റേഷനിൽ വെള്ളം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തും കൂടെ ഉണ്ട്, കാറ്റും കൂടെ ഉണ്ട്, പവറും കൂടെ ഉണ്ട്. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പ്രസംഗം വെറും വചനം മാത്രമല്ല, ഞങ്ങളുടെ പ്രസംഗം എന്ന് പറയുന്നത് അവൻ ശക്തി കയറ്റിയ വചനമാണ്. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം. അങ്ങനെ ശക്തി, ആത്മശക്തിയോടെ വചനം വ്യക്തിയുടെ മേർക്ക് വരുമ്പോ അവൻ ഒഴിഞ്ഞു മാറരുത്. അവൻ അല്പം വേദനിച്ചാലും ഒഴിഞ്ഞു മാറരുത്, നിന്നു കൊടുക്കണം. നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ കാര്യ പരിപാടി ഉണ്ട്. വിശുദ്ധൻ തന്നെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധൻ തന്നെ ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന്, ഇതാ ഞാൻ വേഗം വരുന്നു, ഞാൻ വരാറായി, കർത്താവ് വരാറായി. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം പ്രിയമുള്ളവരെ. സ്തോത്രം. ഇനി ഒരുങ്ങാനുള്ള സമയം മാത്രമേ ഉള്ളൂ, ഒരുങ്ങാനുള്ള സമയം മാത്രമേ ഉള്ളൂ, ഒരുങ്ങാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാൻ രാവിലെ ഈ യോഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ തയ്യാറായവരാണ്. അവൻ രാവിലെ ഹാളിൽ പ്രാർത്ഥനയോടെ കയറും, കാര്യങ്ങൾ ക്രമീകരിക്കും, വീണ്ടും മോളിൽ കയറും. ഓരോ കാര്യത്തിനും ഓരോ സമയം ഞാൻ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒന്നാമത്തെ പടി ഏത് മിനിറ്റിന് ഇറങ്ങണമെന്ന് പോലും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ടൈം മാറ്റി വെച്ചിട്ടുണ്ട്. ആ രാവിലെ ഇവിടെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ക്രമീകരിച്ച മുഷിഞ്ഞ ഡ്രസ്സൊന്ന് മാറാനും, പുതിയ ഡ്രസ്സ് കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ തേച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന വസ്ത്രം ഒന്ന് ധരിക്കാനും, ഒന്നും കൂടെ പറഞ്ഞ ഒരുങ്ങാൻ.
ഞാൻ മനസ്സിലാകാനാണ് ഇത്ര ലഘുവായി പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ, ഗ്രീക്കൊന്നുമല്ല പറയുന്നത്, മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഒരുങ്ങാൻ ഒരല്പസമയം മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയം ഏറ്റവും ലാസ്റ്റുള്ള ടൈമാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ആ സമയം അന്നേരം അവിടെ ഇവിടെ നോക്കി, ഏതേലും ഫോണെ നോക്കി, അവിടെ ഇവിടെ നോക്കി, ആരോടെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ സമയത്തിന് യോഗം തുടങ്ങാൻ പറ്റത്തില്ല. അത് വർത്താനം പറയാനുള്ള സമയമല്ല, അത് മറുപടി പറയാനുള്ള സമയമല്ല, അത് ഒരുങ്ങാനുള്ള സമയമാണ്. വിശുദ്ധന്മാരെ കേൾപ്പീൻ, കുഞ്ഞാടിന്റെ രക്തത്താൽ വിശുദ്ധി പ്രാപിച്ചവരെ കേൾപ്പീൻ. ഈ സമയം മറ്റൊന്നിനുള്ള സമയമല്ല, ഒരുങ്ങാനുള്ള സമയമാണ്. നിന്നെ തന്നെ ശുദ്ധീകരിക്കാനുള്ള സമയമാണ്. അതിന് കാരണം കർത്താവ് വരുമ്പോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവനല്ല, ഒരുങ്ങി നിൽക്കുന്നവരെയാണ്. സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. അതുകൊണ്ട് ഒരുങ്ങിയിരിപ്പാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം നൽകുന്നു. ഒരുങ്ങിയിരിക്കുന്നവർക്ക് കർത്താവ് കയ്യിൽ പ്രതിഫലം തരും. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ അവൻ നിൽക്കപ്പെടുന്നൊരു സുദിനമുണ്ട് പ്രിയരെ. അന്ന് നാം ചെയ്ത പ്രവർത്തികൾക്ക് ഒത്തവണ്ണം പ്രതിഫലം നൽകുന്ന ഒരു ദിവസമാണ്. പ്രവർത്തികൾ നിലനിൽക്കുമോ? ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ്. അവൻ പ്രവർത്തികൾ നിലനിൽക്കുമോ? തീ ശോധന ചെയ്യുന്ന ഒരു സമയമുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധരെ, ഈ പദവി കൃപയാൽ കിട്ടിയതാണ്. അവൻ വിശുദ്ധരെ, അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിപ്പീൻ. യേശു വരാറായി, പ്രതിഫലം മേടിക്കാറായി, സ്വർഗസ്യോനിൽ പോകാറായി. കണ്ണുകൾ